നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വളരെ പ്രശസ്തമായ ഒരു കവിത പറയുന്നത് പോലെ, നിങ്ങൾ ഈ പൂമ്പാറ്റയെ പിടിക്കാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്നതിന് പകരം നിങ്ങളൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കും, പൂമ്പാറ്റകൾ അങ്ങോട്ട് പറന്നു വരും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ കുട്ടികളുടെ പിന്നാലെ, നമ്മൾ ഈ കുട്ടികളുടെ പിന്നാലെ നടക്കുകയാണ്. അതിന് പകരം കുട്ടികൾക്ക് വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിലും സ്കൂളിലും ഒക്കെ ഉണ്ടായാൽ ആ പൂമ്പാറ്റകൾ അങ്ങോട്ട് വരും. സ്കൂളിൽ നിന്ന് കുട്ടിയോട് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ള മൂല്യബോധം നമ്മൾ പഠിപ്പിക്കുന്നു. ഒട്ടുമേ സർഗാത്മകമല്ലാത്ത പല കുട്ടികളെ സംബന്ധിച്ചത് സർഗാത്മകമല്ലാത്ത ആ കുട്ടിയുടെ ഈ പറഞ്ഞ ഒരു സ്വപ്നത്തോട് നീതി പുലർത്താത്ത ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിക്കാൻ വിധിക്കപ്പെടുന്ന കുട്ടി ഇരുന്ന് തന്നു വരും. കാരണം 10-14 വയസ്സ് വരെ അതിനെ കുതറാനും പൊട്ടിക്കാനും ഒക്കെ ശേഷി കുറവുണ്ട്. അവർ നമുക്ക് ഇരുന്ന് തരും. രണ്ടാമത്തെ, നിങ്ങൾ സ്കൂൾ പഠിപ്പിക്കുന്നതാണോ? അതെനിക്ക് തോന്നുന്നത് 7 വയസ്സിന് മുമ്പേ നമുക്ക് അതിന് തറയിട്ട് കൊടുക്കാൻ പറ്റില്ല. ആർക്ക് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്? അൽഫാ തലമുറയുടെ പ്രതിനിധി എന്ന ടാഗ് ലൈനിൽ ഇരുന്ന കുട്ടി ചർച്ചയിൽ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു ചോദ്യം എന്താ അറിയുമോ? നിങ്ങളൊക്കെ കളിച്ച ഗ്രൗണ്ടുകൾ എവിടെ പോയി? ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ടർഫുകൾ മാത്രം ബാക്കി വെച്ചത്? ഈ ഒരു ചോദ്യം ഭീകരമായ ചോദ്യമാണ്. മാഷേ, പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണല്ലോ. ഈ അവസ്ഥയിൽ രക്ഷിതാക്കൾക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് മുമ്പുണ്ടായിരുന്ന കുട്ടികൾക്കും എന്നാണ് എൻ്റെ ഒരു ഓർമ്മ, നമ്മളൊക്കെ തുടങ്ങിയ കാലത്ത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? രക്ഷിതാക്കൾ കൂടുതൽ ആശങ്കാകുലരാണോ? എന്തായിരിക്കും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു കാരണം? പ്രതീക്ഷ തന്നെയാണെന്ന് തോന്നുന്നു. കുട്ടികൾക്ക് നല്ല കാലം വരാൻ പോകുന്നു, അവർ സ്കൂളിലൊക്കെ പോകുന്നു, നന്നായി പഠിക്കുന്നു, നല്ല നിലയിലെത്തുന്നു ഒക്കെ തന്നെയല്ലേ എല്ലാ രക്ഷിതാക്കളും വിചാരിക്കുന്നത്. പിന്നെ അപൂർവമായി ചില ആളുകൾക്കൊക്കെ അങ്ങനെ ചില ഭയങ്ങളൊക്കെ ഉള്ളതുപോലെ തോന്നാറുണ്ട്. അതിൻ്റെ ലക്ഷണങ്ങൾ ഇത്തിരി കൂടി വരുന്നുമുണ്ട് മുൻകാലങ്ങളെ അപേക്ഷിച്ച്. ചോദ്യം വളരെ അങ്ങനെ ആലോചിച്ചാൽ ശരിയാണ്. കുട്ടികളൊക്കെ വല്ലാതെ വഴിതെറ്റി പോകുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഭയപ്പെടാൻ മാത്രമൊന്നും ഇല്ലെങ്കിലും കുറച്ചൊരു മോറൽ പാനിക് എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആളുകൾ മാറി തുടങ്ങിയിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതിനെ ശക്തിപ്പെടുത്തുന്ന ചില സംഭവ വികാസങ്ങൾ ഒറ്റപ്പെട്ടതെങ്കിലും നാട്ടിൽ നടന്നിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും അങ്ങനെ. എന്നോട് ഇപ്പോൾ ഒരു ടീച്ചർ എന്നുള്ള നിലയ്ക്ക് നമ്മളെ ബന്ധുക്കള് സുഹൃത്തുക്കളും ഒക്കെ പലരും കുട്ടികളെ ചേർക്കാനാവുമ്പോൾ അതുവരെ ഇല്ലാത്ത വിളിയും ആശങ്കയും, കുട്ടിയെ എവിടെയാ ചേർക്കാൻ നല്ലത്, അവിടെ ചേർത്താൽ എങ്ങനെയാണ്, ഇവിടെ ഈ സ്കൂളിൽ എങ്ങനെയാണെന്ന് കേൾക്കുന്നു, കുട്ടികളൊക്കെ ഭയങ്കര ഗ്യാങ്ങായിട്ട് ധാരാളം ലഹരി ഉപയോഗിക്കുന്നു, ലഹരി ഉപയോഗം കുറയ്ക്കാൻ പറ്റുന്ന സ്കൂൾ ഏതാണ് എന്നൊക്കെയുള്ള മട്ടിലുള്ള ചോദ്യങ്ങളെ വരുന്നുണ്ട്. അപ്പോൾ പണ്ടത്തെ അപേക്ഷിച്ച് ഇപ്പോൾ ലഹരി ഉപയോഗം വളരെ കൂടുതലാണോ അതോ കുറവാണോ മാഷിൻ്റെ ഒരു അനുഭവത്തിൽ? അല്ല, അത് അങ്ങനൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആയിട്ട് അങ്ങനെ പറയാൻ കഴിയുന്നൊരു സംഗതി അല്ലാന്ന് തോന്നുന്നു. സ്റ്റാറ്റിസ്റ്റിക്സൊക്കെയാണ് പരിശോധിക്കുന്നതെങ്കിൽ അങ്ങനെ വലിയ എന്തെങ്കിലും ക്രൈമൊന്നും കേരളത്തിൽ കൂടിയായിട്ടൊന്നും റിപ്പോർട്ടുകളില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജുവനൈൽ ക്രൈമിൻ്റെ കണക്കൊക്കെ എടുത്തു നോക്കിയാൽ കഴിഞ്ഞൊരു 10 വർഷത്തെ ജുവനൈൽ ക്രൈമിൻ്റെ റേറ്റ് കേരളത്തിൽ വളരെ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നമ്മൾ ഒരു സൊസൈറ്റി ഒരിക്കലും അത് അങ്ങനെ ചിന്തിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്ന തരത്തിലല്ല. മാത്രമല്ല നമ്മളവിടെ ഒരു സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞൊരു പൊതുബോധം അതിന് നേർ വിപരീതമാണ്. എനിക്ക് തോന്നുന്നു അതിന് അങ്ങനെ ഉണ്ടാവാനുള്ള ഇപ്പം നിങ്ങളുടെ ചോദ്യം വളരെ വലിയൊരു ബ്രോഡായിട്ടുള്ള ചോദ്യമാണ്. അതിന് 2-3 തരത്തിൽ മറുപടി പറയേണ്ടത്. ഒന്ന്, പാരൻസിൻ്റെ ആങ്സൈറ്റി എന്ന് പറയുന്നതിന് 2 കാരണമുണ്ട്. ഒന്ന്, സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ ഒരു കരിയറിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടോടുകൂടി പുതിയ സമൂഹം കാണാൻ തുടങ്ങിയ വലിയൊരു ഘടകമാണ്. പാരൻസ് ഒരു 1-ാം ക്ലാസ്സിൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ പ്രീ പ്രൈമറി ചേർക്കുമ്പോൾ തന്നെ ആ കുട്ടിയെക്കുറിച്ച് വെച്ച് പുലർത്തുന്ന പ്രതീക്ഷകൾ, ആ കുട്ടിയെ എവിടം വരെയാണോ അവർ മുന്നിൽ കാണുന്നത്, അവിടം വരെയുള്ള വിദ്യാഭ്യാസത്തിന് ഇത് എത്രമാത്രം സഹായകരമാവും, ഇത് റെഡിയാകുകയില്ല എന്നൊക്കെയുള്ള ആശങ്ക, അങ്ങനെ തുടങ്ങിയ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മനുഷ്യനെന്ന രീതിയിലുള്ള കുട്ടിയുടെ വളർച്ചയ്ക്കാണ് ബേസിക്കായിട്ട് വിദ്യാഭ്യാസം എന്നുള്ള കാഴ്ചപ്പാട് പോലും ഇന്ന് പലർക്കും ബഹുഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഒരു കാരണം. അതാണ്. രണ്ടാമത്തത്, എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയക്ക് ഇതിൽ വലിയ റോളുണ്ടെന്ന് തോന്നുന്നു. കാരണം ഒറ്റപ്പെട്ട ചില സംഭവങ്ങളെയൊക്കെ വല്ലാതെ പർവ്വതീകരിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം പൊതുവേ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ച പോലെ എൻ്റെയോ കുട്ടിക്കാലത്ത് സ്കൂളുകളിൽ തല്ലുണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ഇന്നത്തെ ഭാഷയിൽ ക്രൈം എന്ന് പറയാവുന്ന, അന്നതിനെ ക്രൈം എന്നല്ല കുട്ടിക്കളിയെന്ന് നമ്മൾ പറയും, ക്രൈമായിട്ട് ഇന്ന് കാണുന്ന പല സംഗതികളും അക്കാലത്ത് സ്കൂളുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സ്കൂൾ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടു പോകുന്നൊരവസ്ഥയാണ്. ഇന്നത് കുട്ടികൾ മാത്രമല്ല അധ്യാപകർ വരെ അത് ഷൂട്ട് ചെയ്ത് പുറം ലോകത്ത് അറിയിക്കുകയും
ഇപ്പോൾ ഇടയ്ക്ക് പിന്നെ തിരുവനന്തപുരത്തുണ്ടായ ഒരു സംഭവം നമുക്ക് ഓർമ്മയുണ്ട്. ഒരു കുട്ടി ഒരല്പം വയലൻ്റായി അധ്യാപകനോട് സംസാരിക്കുന്നു. ആ സംഭവത്തെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് അതേ കുട്ടി തന്നെ നമുക്കറിയാം, നമ്മളൊക്കെ സ്കൂൾ അധ്യാപകർ എന്നൊക്കെ അനുഭവമുള്ളതാണ്. ഒരു അരമണിക്കൂർ ആ അധ്യാപകന് ക്ഷമ കാണിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുട്ടി തിരിച്ചു അവിടെ തന്നെ ആ കുട്ടിയുടെ ടെമ്പറൊക്കെ മാറി ഒരു പക്ഷേ കാമാവുകയായിരുന്നു. ആ അധ്യാപകരുടെ അടുത്ത് തന്നെ ആ കുട്ടി തന്നെ പോയി മാപ്പ് പറയുമായിരുന്നു, വർത്താനം പറയുമായിരുന്നു, തെറ്റുപറ്റിയിരുന്നെന്ന് അംഗീകരിക്കുമായിരുന്നു ഒരു പക്ഷേ അതിനേക്കാൾ ഈസി ടെമ്പേർഡായി മാറുന്നത് മുതിർന്നവരായ ടീച്ചറോ അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ സ്ഥാപന മേധാവി തന്നെയാണ്. കുട്ടി എങ്ങനെയാണോ ടെമ്പേർഡാകുന്നത് അതിനേക്കാൾ ഹോട്ടാകാണ് അവർ. എന്നിട്ട് അയാൾ തന്നെ ഷൂട്ട് ചെയ്യും. അപ്പോൾ മറ്റൊരു ടീച്ചർ പറയുന്നുണ്ട്, പോട്ടെ സാർ അത് വേണ്ടെന്നൊക്കെ പറയണ്ട. അവിടുത്തെ ആ ഇൻസിഡന്റിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, സമാനമായ സംഭവങ്ങൾ ധാരാളം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒറ്റപ്പെട്ട സംഭവങ്ങളെ ഒരൊറ്റപ്പെട്ട സംഭവമായി കാണാതെ വളരെ വിപുലമായി നാട്ടിൽ മുഴുവൻ നടക്കുന്ന സംഭവമായി കാണുകയും അതിനനുസരിച്ച് വിലയിരുത്തപ്പെടുകയും പ്രചരിപ്പിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നു എന്നുള്ളത് എനിക്ക് തോന്നുന്നു അത് നന്നായി ആ തെറ്റ് അധ്യാപകരുടെ പക്ഷത്ത് നിന്ന് ഉണ്ടാവുന്നു എന്നുള്ളത്. അതെ, അധ്യാപകരെ കുറിച്ചാണ്. ഇപ്പോൾ അധ്യാപകർ പറയും ക്ലാസ്സിൽ കുട്ടികൾ തീരെ ശ്രദ്ധിക്കുന്നില്ല, പുറകിലൊക്കെ ഇരിക്കുന്ന കുട്ടികൾ വളരെ അശ്രദ്ധരാണ്, അവർക്ക് ബഹുമാനമില്ല, പിന്നെ അവർക്ക് പഠിക്കണം എന്നുള്ള വിചാരമില്ല എന്നൊക്കെ പറഞ്ഞ് പരാതി പ്രളയം കേൾക്കാറുണ്ട് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന്. അപ്പോൾ അത് അവർ തന്നെ അത് പഴയതും പുതിയതുമായിട്ട് വിലയിരുത്തി നോക്കാഞ്ഞിട്ടാണോ അതോ അവരും ഈ പൊതുബോധത്തിൻ്റെ ഭാഗമാണോ? അല്ല, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു പുതിയ തലമുറയെ മനസ്സിലാക്കുന്നതിൽ പഴയ തലമുറയിൽപ്പെട്ട നിങ്ങളും ഞാനും അടങ്ങുന്ന എല്ലാവർക്കും വലിയ തെറ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ ഇപ്പോൾ ഒരു ഡിജിറ്റൽ നാറ്റീവ്സ് തന്നെ വിളിക്കാവുന്ന പുതിയ തലമുറയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ഒരു ആൽഫ ജനറേഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ ഒരു മില്ലേനിയം ജനറേഷന് ശേഷം ഒരു 2000-ന് ശേഷം ജനിച്ച ഒരു 10-25 വയസ്സുള്ള കോളേജുകളിൽ ഇതേ അവസ്ഥ ഉണ്ട്. അപ്പോൾ അല്ല അതിനുശേഷം ഒരു 15 വയസ്സോ വരെയുള്ള സ്കൂളിലെ കുട്ടി എന്നത് കൃത്യമായി ആൽഫ ജനറേഷൻ നമ്മൾ ഡിസൈൻ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കപ്പെടുന്ന കുട്ടിയാണ്. ഇതാ പുതിയ ബീറ്റ ജനറേഷൻ വന്നോട്ടോ ഇപ്പോൾ. അപ്പോൾ ഈ കുട്ടികൾ അവരെ ശരിക്കും ഒരു ഡിജിറ്റൽ നാറ്റീവ്സ് എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. അവരുടെ ഡിജിറ്റൽ സിറ്റിസൺഷിപ്പാണ് അവർക്ക്. അവർ നെറ്റിസൺസാണ്, നമ്മളെ സിറ്റിസൺ അല്ല. അവർ ചാറ്റ് ചെയ്യുന്നത് ഫ്രഞ്ചിലെ സുഹൃത്തുമായിട്ടാണ്, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലെ കാമുകിയായിട്ടാണ് ബോയ് ഫ്രണ്ട് ഇവിടുന്ന് വൈകുന്നേരം തമാശ പറയുന്നത്. ആ തരത്തിൽ നെറ്റിസണായി തീർന്ന അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സിറ്റിസൺഷിപ്പിലേക്ക് വളർന്നു കഴിഞ്ഞ കുട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ കുട്ടികളൊക്കെ അവർ കാണുന്നത് നമ്മൾ പറയുന്ന കെ സീരീസ് എന്ന് പറയുന്ന കൊറിയൻ സീരീസാണ് അവർ കാണുന്നത്. നെറ്റ്ഫ്ലിക്സിലാണ് അവരുടെ സിനിമ ഉള്ളത്. അപ്പോഴാണ് നമ്മൾ ഇവരോട് പറയുന്നത് നിങ്ങൾ എന്താണ് ഈ കളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആശങ്കപ്പെടുന്നത്. എനിക്ക് തോന്നുന്നു ഈ കുട്ടികളെ മനസ്സിലാക്കുന്നതിൽ ഞാൻ ഇതിനെല്ലാം കയറൂരി വിടണമെന്നോ കുട്ടികളെ മുഴുവൻ അവരുടെ വൈക്കി പോയിക്കോട്ടെ എന്നൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു വളരെ പ്രശസ്തമായൊരു കവിത പറയുന്നത് പോലെ, നിങ്ങൾ ഈ പൂമ്പാറ്റയെ പിടിക്കാൻ അതിൻ്റെ പിന്നാലെ നടക്കുന്നതിന് പകരം നിങ്ങളൊരു പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കൂ, പൂമ്പാറ്റകൾ അങ്ങോട്ട് പറന്നു വരും എന്ന് പറയുന്നത് പോലെ നിങ്ങൾ ഈ കുട്ടികളുടെ പിന്നാലെ നമ്മൾ ഈ കുട്ടികളുടെ പിന്നാലെ നടക്കുകയാണ്. അതിന് പകരം കുട്ടികൾക്ക് വരാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം വീട്ടിലും സ്കൂളിലും ഒക്കെ ഉണ്ടായാൽ ആ പൂമ്പാറ്റകൾ അങ്ങോട്ട് വരും. പക്ഷെ അവർക്ക് എന്ത് വേണം? അവിടെ ആകർഷകമായ പൂവുണ്ടാവണം, അതിൽ തേനുണ്ടാവണം. ഇതിൽ എവിടെയാണ് പരാജയം സംഭവിക്കുന്ന ആത്മപരിശോധന നടത്തേണ്ടി ആരാ? കുട്ടികളല്ല, ടീച്ചറാണ്, അല്ലെങ്കിൽ കുട്ടികളാണ്, അല്ലെങ്കിൽ രക്ഷിതാക്കളാണ്. വീട് കുട്ടിക്ക് ഇഷ്ടമല്ല, എന്താ പ്രശ്നം? വീട് എന്താ കുട്ടിക്ക് ഇഷ്ടമല്ലാത്തത്? അച്ഛനും അമ്മയും പറഞ്ഞു ഞങ്ങളെ അനുസരണയില്ല, എന്താ അനുസരിക്കാത്തതിന് കാരണം എന്തായിരിക്കും എന്ന് ആത്മപരിശോധന നടത്തേണ്ടത് കുട്ടിയാണോ? ആദ്യം നടത്തേണ്ടത് നമ്മളല്ലേ? അപ്പോൾ ആ കുട്ടിക്ക് ആകർഷകമായ രീതിയിൽ അല്ലെ അയാളുടെ ഇൻഡിവിജ്വാലിറ്റിയെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അതാണ്. അതെ, കുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് പഴയ സ്വഭാവത്തിൽ നമുക്ക് മാറ്റി നിർത്താനൊന്നും കഴിയില്ല. അന്ന് അല്ലെ മുൻകാലത്തൊക്കെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എവിടെയും ഒരു വോയിസും ഇല്ല. മുതിർന്നവർ കാരണവന്മാർ കാര്യങ്ങൾ തീരുമാനിക്കും, കുട്ടി വളരെ കുട്ടിയായി തന്നെ നിൽക്കുകയും എവിടെയും പരിഗണിക്കപ്പെടാതെ. പക്ഷേ ഇന്ന് ഏതൊരു ചെറിയ കുഞ്ഞ് പോലും ഇൻഡിവിജ്വലാണ്, വ്യക്തിത്വമുള്ള ആളാണ്. ആ വ്യക്തിത്വത്തിനെ അംഗീകരിക്കാത്ത ഒരു സ്ഥലത്തും അയാൾക്ക് സ്പേസ് ഇല്ലാതെ നിൽക്കാൻ കഴിയില്ല. അതെ. അപ്പോൾ ആ വ്യക്തിത്വത്തെ അംഗീകരിച്ചുകൊണ്ട് അധ്യാപകർക്ക് പാഠങ്ങൾ കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ പറ്റുമ്പോൾ അവർ നമ്മളോട് ഒട്ടി നിൽക്കും തന്നെയാണ് മാഷ് പറയുന്നത്. 100%. മാത്രമല്ല, നിങ്ങൾ ഈ പഴയതുപോലെ കുട്ടികളെ വാർക്കാനൊന്നും പോരുത്. ഇപ്പോഴും പറയണ്ടോ പുതിയ തലമുറയെ വാർത്തെടുക്കുക, ഇതെന്താ കമ്പ്യൂസീവൻ്റെ കുട്ടികൾ വാർക്കുന്ന മെറ്റീരിയലും അതൊക്കെ തന്നെ. അത്തരത്തിലുള്ളൊരു ധാരണയൊക്കെ നമ്മൾ ആദ്യം മാറ്റണം. നമ്മൾ
അതുകൊണ്ടാണല്ലോ നമ്മൾ കുട്ടികളെ അധ്യാപകർ ഒരു ഫെസിലിറ്റേറ്റർ എന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് ഇതിനൊന്നും നമ്മളൊരു 2000 കാലത്തൊക്കെ നമ്മൾ പുതിയ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായിട്ടൊക്കെ ഈ ടെർമിനോളജിയൊക്കെ മുന്നോട്ട് വെച്ചപ്പോൾ ആളുകൾ കളിയാക്കിയത് അപ്പോൾ അധ്യാപകരുടെ സകല റോളും പോയി അതോടുകൂടിയാണ് കുട്ടികൾ എങ്ങനെയൊക്കെ ആയത് എന്നൊക്കെ പറയുന്നവർ ഇപ്പോഴും ഉണ്ട്. ആക്ച്വലി എന്താ പ്രശ്നം, വാർപ്പിന്റെ പണിക്ക് പോരുത്, വാർക്കാൻ പറ്റുന്ന മെറ്റീരിയൽ അല്ല അത്. അത് മനുഷ്യരാണ്, അവർക്ക് അവരുടെ വ്യക്തിത്വങ്ങളുണ്ട്, അവരുടെ സെൻസിബിലിറ്റി ഉണ്ട്, അവരുടേതായ ഭാവനകളുണ്ട്, അവരുടെ ഭാഷ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇപ്പോഴത്തെ കുട്ടികളുടെ ഭാഷയിൽ നമുക്ക് എത്ര ആളുകൾക്ക് അതിനെ ഫോളോ ചെയ്യാൻ പറ്റും? അംഗീകരിക്കുന്ന പോട്ടെ, മനസ്സിലാക്കാൻ തന്നെ പറ്റുന്ന എത്ര മുതിർന്ന ആളുകളുണ്ട്. അതിനവർക്കൊരു കാരണം, ഭാഷ ഒരു ഓർഗാനിക് ഫോമാണ്, ഒരു ജൈവമായ ഒരു സംഗതിയാണ് ഭാഷ. അത് വളർന്നുകൊണ്ടിരിക്കും, മാറ്റത്തിന് വിധേയക്കൊണ്ടിരിക്കും. അപ്പോൾ ഓരോ തലമുറയും പുതിയ ഭാഷ സൃഷ്ടിക്കും, ഭാവന സൃഷ്ടിക്കും. ആ ഭാഷയിലേക്ക് അവർ നമ്മളെ കൂട്ടുന്നില്ല. അവർ കൂട്ടാത്തല്ല, നമുക്ക് ചേരാൻ പറ്റാത്തതാണ്. അത് തലമുറയുടെ വിടവ് തന്നെയാണ്. അത് നമ്മൾ അംഗീകരിച്ചേ പറ്റും, നമ്മളത് ഉൾക്കൊണ്ടേ പറ്റും. നമ്മുടെ ഭാവനയിൽ പണ്ടുണ്ടായിരുന്നത് പോലെയുള്ള താമരക്കുളവും വയലും ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരു സങ്കല്പ ലോകം ഇന്നത്തെ കുട്ടി ഉണ്ടാക്കാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അയാൾ ഉണ്ടാക്കുന്ന എയുടെ ഏറ്റവും പുതിയൊരു സാധനം വെച്ചിട്ടുള്ള ഒരു ലോകത്തായിരിക്കും അയാളുടെ ഒരു സൗഹൃദം പൂത്ത് തളർക്കുന്നത്, അയാൾ ഭാവന ചെയ്യുന്നത്. ആ ഭാവനയെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തത് നിങ്ങളുടെ ഡിസബിലിറ്റിയാണ്. അവിടേക്ക് പക്ഷേ ഞാൻ പറയുന്ന എല്ലാം നമുക്ക് കഴിഞ്ഞ എല്ലാ കാലത്തും അങ്ങനെ നമ്മുടെ മുതിർന്ന തലമുറയെ നമ്മൾ ധിക്കരിച്ചിട്ടുണ്ട്. ഇതാ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. നമ്മുടെ അച്ഛനമ്മമാർ ഇതേപോലെ നമ്മളെപ്പറ്റി ആശങ്കപ്പെടുകയും നമ്മുടെ വസ്ത്രത്തെപ്പറ്റി, നമ്മളുടെ മുടിവെട്ടിനെ പറ്റി, നമ്മളുടെ യാത്രകളെ പറ്റി, നമ്മളെ സ്കൂളുകളെക്കുറിച്ച്, നമ്മൾ കോളേജിൽ പോയി തല്ലുണ്ടാക്കുന്നതിനെ കുറിച്ച് അവർ ആശങ്കപ്പെട്ടിരുന്നു. അന്നെന്താ നമ്മൾ പറഞ്ഞത്, നിങ്ങൾക്ക് കോളേജിനെ പറ്റിയൊക്കെ എന്തറിയാം എന്നല്ലേ നമ്മൾ പറഞ്ഞു. ഇതേ ചോദ്യം കുട്ടികൾ ഇപ്പം നമ്മളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് പുതിയ കോളേജ് സ്കൂളിനെ പറ്റി എന്തറിയാം, ഞങ്ങൾ ജീവിക്കുന്ന ലോകത്തെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം. സത്യം പറഞ്ഞാൽ കുട്ടികൾ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ള വലിയ കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളാണ് അൺഫിറ്റ് എന്ന് ശരിക്കും തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട്. ആത്മപരിശോധനയെങ്കിലും നടത്തേണ്ടത്. പണ്ട് ഇപ്പോൾ ഒരു 10-20 കൊല്ലം മുന്നേ ആണെങ്കിൽ കുട്ടികൾ എന്ന് പറഞ്ഞിട്ട് ഒരു സമൂഹമായിട്ടാണ്, പൊതുസമൂഹം രക്ഷിതാക്കൾ മുഴുവൻ സ്കൂളിലെ കുട്ടികൾ എന്നുള്ള മട്ടിലാണ്. പക്ഷേ ഇന്നിപ്പോൾ കുട്ടികളുടെ എണ്ണമൊക്കെ വളരെ ഓരോ വീട്ടിലും കുറഞ്ഞു, അണുകുടുംബമായിട്ട് വീടുകൾ മാറി, എല്ലാവരും ഒറ്റപ്പെട്ട തുരുത്തുകളാവുന്നു, ഏത് നേരവും ഫോണിലാണ്, പരസ്പര ബന്ധമില്ല എന്നൊക്കെയുള്ള പരാതികൾ ധാരാളം. അത് വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഇൻഡിവിജ്വാലിറ്റിയിൽ ചേർത്ത് വായിക്കേണ്ട ഒരു സാധനം. എന്തൊക്കെയാണ് കുട്ടികൾ ബന്ധപ്പെടുന്ന സ്ഥലങ്ങൾ? അത് നമുക്കൊന്ന് വെറുതെ എങ്ങനെ ആലോചിക്കാം. ഒന്ന് വീട്. ഏതൊരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു കുട്ടിയും ആദ്യം അയാൾക്ക് ബന്ധം ഉണ്ടാവേണ്ട സ്ഥലം വീട്ടിലെന്താ ഒരു കുട്ടിയുടെ റോള്? ഇന്നത്തെ ഒരു പുതിയ കാലത്തെ വീട്ടിൽ 1, 2, 3 നിങ്ങൾ പറഞ്ഞതുള്ള ആളുകളാണുള്ളത്. അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും തൊഴിലിന് പോകുന്നു, അവർ വന്നാലും അവർക്ക് അവരുടേതായ ഓരോരുത്തരുടെ ലോകം അവരിയ്ക്കുന്നു. ഈ കുട്ടിയും ഒരു വിർച്വൽ വേൾഡിലേക്കാണ് അയാൾക്കുള്ള അഭയം എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ അയാളെ പിന്നെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥമല്ല, അയാൾക്കൊന്നും അവിടെയാണല്ലോ. എന്ന് പറഞ്ഞാൽ പേഴ്സണലായി അംഗീകരിക്കപ്പെടുന്നില്ല. എന്താ രണ്ടാമത്തെ ലോകം? സ്കൂളാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് സ്കൂളിൽ ഒരു കുട്ടിയുടെ അംഗീകാരത്തിൽ ഈ പറഞ്ഞതുപോലെ ശത്രുപക്ഷത്ത് നിർത്തുന്ന സ്കൂൾ എന്ന മെക്കാനിസം. ഞാനൊരു ടീച്ചറെ അല്ലെങ്കിൽ ഒരു കൂട്ടം ടീച്ചർമാരെ കുറ്റം പറയാൻ ഉദ്ദേശിക്കുന്നേയില്ല. സ്കൂളിൻ്റെ ഭരണകൂടം മുതൽ അധ്യാപകൻ വരെ, ടീച്ചർ വരെ വരുന്ന, അല്ലെ പരീക്ഷാ സംവിധാനം വരെ വരുന്ന മൊത്തം മെക്കാനിസം എടുത്താൽ ആ ഒരു സിസ്റ്റത്തിൽ ആ കുട്ടിക്ക് എവിടെയാണ് റോളുള്ളത്? അടിച്ചേൽപ്പിക്കപ്പെടുന്ന അച്ഛൻ്റെ, അമ്മയുടെയും ടീച്ചറിൻ്റെയും സ്കൂളിൻ്റെയും താല്പര്യങ്ങൾ വളരെ ഇമ്പോസ് ചെയ്യപ്പെടുന്ന, ഒട്ടുമേ സർഗാത്മകമല്ലാത്ത പല കുട്ടികളെ സംബന്ധിച്ചത് സർഗാത്മകമല്ലാത്ത, ആ കുട്ടിയുടെ ഈ പറഞ്ഞ ഒരു സ്വപ്നത്തോട് നീതി പുലർത്താത്ത ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് പഠിക്കാൻ വിധിക്കപ്പെടുന്ന കുട്ടി ഇരുന്ന് തന്നെന്ന് വരും. കാരണം 10-14 വയസ്സ് വരെ അതിനെ കുതറാനും പൊട്ടിക്കാനൊക്കെയുള്ള ശേഷി കുറവുണ്ട്. അവർ നമുക്ക് ഇരുന്ന് തരും. രണ്ടാമത്തെ സ്ഥലം അതാണ്. അവിടെയും ഇല്ല കുട്ടിക്ക് നല്ല ഒരു അംഗീകാരം, വ്യക്തിത്വം അംഗീകരിക്കുന്ന അവസ്ഥ. മൂന്നാമത്തെ സാധനം കുട്ടിക്ക് പെടുന്ന സൗഹൃദങ്ങളാണ്. അതെ, ഈ സൗഹൃദം എന്ന് പറയുന്നത് നേരത്തെ നിങ്ങൾ പറഞ്ഞ ഗ്യാങ് എന്ന് പറയുന്ന സാധനം അതാണ്. കാരണം അതൊരു പിയർ സൗഹൃദമാണ്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ കൊല്ലമൊക്കെ അവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ, ചില അനിഷ്ടകരമായ സംഭവങ്ങൾ ഉണ്ടായപ്പോൾ പൊതുവിൽ വന്ന ചർച്ചയിൽ വന്നൊരു കാര്യം ഉണ്ടായിരുന്നു. അവൻ അങ്ങനത്തെ ആളൊന്നല്ല, അവനെങ്ങനെ അതിൽ പെട്ടു? പൊതുവെ ഏത് ടീച്ചറോടും രക്ഷിതാക്കളോ എന്ന് പറയുന്നൊരു സാധനം, എൻ്റെ മോൻ അങ്ങനെ ഒന്നായിരുന്നു, അങ്ങനെ അതിൽ പോലും പരിശോധന നടത്തുന്നത് നമ്മളാണ്. എങ്ങനെ പെടുന്നു എന്ന് വെച്ചാൽ അവിടെ കേൾക്കേണ്ട ഒരു വാക്ക്, നമ്മൾ ഓർക്കേണ്ട ഒരു വാക്ക് പിയർ പ്രഷർ എന്ന് പറഞ്ഞൊരു വാക്ക്. എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് അയാൾക്ക് പ്രഷറില്ല, അയാൾക്ക് ആകെ പ്രഷർ കിട്ടുന്നത്, സന്തോഷം കിട്ടുന്നത് ഈ ഗ്രൂപ്പിലാണ്. അപ്പോൾ 10 ആളുടെ ഒരു ഗ്രൂപ്പിൽ ഒരു കുട്ടി വളരെ അഗ്രസീവ് ആവുന്നു, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് മറ്റൊരാളോട് ശത്രുത തോന്നുന്നു, അവനെ തല്ലണം. ബാക്കി 9 ആൾക്കാർ താല്പര്യമില്ല. പക്ഷേ തൻ്റെ കൂട്ടുകാരൻ്റെ പ്ലഷറിന് വേണ്ടി ഈ 9 ആൾ ആ ക്രൈമിൽ കമ്മിറ്റ് ചെയ്യും. അതെ,
കാരണം എന്താ പറയുക, അയാളുടെ സൈക്കോളജിന്റെ വേറെ ഒരു അയാൾക്ക് അംഗീകാരം കിട്ടുന്ന, അയാൾക്കൊരു ഇൻഡിവിജ്വാലിറ്റിയെ അംഗീകരിക്കപ്പെടുന്ന, അയാൾക്കൊരു പ്ലഷർ കിട്ടുന്ന ഒരേ ഒരു സ്ഥലം അയാളുടെ സൗഹൃദ കൂട്ടമാണ്. അതിന് അയാൾ എന്ത് വിട്ടി ചെയ്യും? താല്പര്യമില്ലാതെ ലഹരി ഉപയോഗിച്ചു തീരും. നീ ഒന്ന് വലിയടാ. അതെ, കൂട്ടത്ത് പുറത്താതെ പലരും അങ്ങനെയാണ്. നമ്മളൊക്കെ ഏത് കാലത്തും ഈ ലഹരിയുടെ തുടക്കമൊക്കെ പലപ്പോഴും ഈ ഗ്യാങ്ങിലാണല്ലോ. ഈ ഗ്യാങ്ങിൽ എത്തിപ്പെടാതിരിക്കേണ്ടിയിരുന്നെങ്കിൽ അതിന്റെ മുമ്പേത്തെ 2 സ്ഥലം ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് പ്രഷർ കൊടുക്കേണ്ട 2 ഏരിയ ഉണ്ടായിരുന്നു, രക്ഷാകർത്താക്കളും സ്ഥാപന സ്കൂളൊക്കെ. അവിടെ ഒന്നും കിട്ടിയില്ല. ഇനി ഇത് 3ഉം കഴിഞ്ഞ് 4ാമത്തത് എവിടെ? ഇനിയിപ്പോൾ ഈ ഇത്തരം ഗ്യാങ്ങിൽ പോകാത്തൊരു കുട്ടി വീട്ടിലെത്തിയാൽ 4ാമത്തെ എവിടെ കിട്ടുന്നത്? ഈ പറയുന്ന ഈ ഡിജിറ്റൽ വേൾഡിലെ അണ്ടർ വേൾഡുകളാണ്. അവിടെ കുട്ടികൾ പലതരത്തിലുള്ള ഗെയിമുകൾ, ഇപ്പോൾ പറയും കുട്ടികൾ ലൂഡോ കളിക്കുന്നവരെ ഓൺലൈനിലാണ്. പല രാജ്യങ്ങളിലുള്ള കുട്ടികൾ ഒരുമിച്ചിരുന്നിട്ട് ഈ കഴിഞ്ഞ ഈ പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരു ഫറൂഖ് കോളേജിൽ ഒരു സൈക്കോളജി പഠിക്കുന്ന കുട്ടിയെ ചാനൽ ചർച്ചയിൽ ആൽഫ തലമുറയുടെ പ്രതിനിധി എന്ന ടാഗ് ലൈനിൽ ഇരുന്ന കുട്ടി ചർച്ചയിൽ പറഞ്ഞ ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം ഒരു ചോദ്യം എന്താ അറിയുമോ? മുതിർന്നവരോട് ചോദിക്കുന്നത്, അതായത് ആങ്കർ ചോദിക്കും, നിങ്ങൾ ഇതൊക്കെ പറയുന്നു, നിങ്ങൾ സ്വയം ന്യായീകരിക്കുകയാണോ, നിങ്ങൾ മുതിർന്നവരെ കുറ്റപ്പെടുത്തുകയാണോ ചോദിക്കുമ്പോൾ ഇല്ല, ഞങ്ങൾ കുറ്റപ്പെടുത്തുന്നില്ല, ഞങ്ങൾ ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, നിങ്ങളൊക്കെ കളിച്ച ഗ്രൗണ്ടുകൾ എവിടെ പോയി? ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ടർഫുകൾ മാത്രം ബാക്കി വെച്ചത്? ഈ ഒരു ചോദ്യം ഭീകരമായ ചോദ്യമാണ്. കളിക്കാൻ പോലും ഒരു സ്ഥലമില്ല. അപ്പൊ അവർ കളിക്കുന്നത് എവിടെയാണ്? ഈ വെർച്വൽ വേൾഡിൽ നിന്നിട്ടാണ്, അല്ലെങ്കിൽ കയ്യിലുള്ള സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചിട്ടാണ് കളിക്കുന്നത്. ഇതിലങ്ങ് നേരത്തെ നമ്മൾ പറഞ്ഞ ലോകത്തുള്ള ആരോടൊപ്പം അയാൾക്ക് കളിക്കാം. ഇപ്പൊ ഏറ്റവും പുതിയ AI സാങ്കേതിക മെസ്സിയോടെ അവർക്ക് ഫുട്ബോൾ കളിക്കാം ആ ടീമിൽ. അപ്പോൾ പിന്നെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഞാൻ രസകരമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഇതിലെ 99% കുട്ടികളും നിർദോഷകരമായ കളികളിലും നേരം പോക്കുകളിലും സിനിമകളിലും പിന്നെ ഇതിലൊക്കെയാണ് ഉണ്ടാവുക, സൗഹൃദങ്ങളിലൊക്കെയാണ്. പക്ഷെ മുതിർന്നവരെല്ലാവരും വിചാരിക്കുക ഇവരേതോ അണ്ടർവേൾഡിലൂടെ പോകുന്നത്. കാരണം നമുക്കാകെ അറിയുന്ന ഇതിൽ അണ്ടർവേൾഡേ ഉള്ളൂ എന്നാണ്. അത് ഇതിൻ്റെ വേറൊരു രസകരമായ ആംഗിളാണ്. പക്ഷെ എങ്കിൽ പോലും ഇതിലൊരു 1%-2% ചിലപ്പോൾ ഇത്തരം ഒരു സ്ഥലത്ത് പോയി പെടുന്നുണ്ടെങ്കിൽ ആ പെടലിൽ പോലും ഇയാൾക്ക് മറ്റ് ചില ഏരിയകളുടെ നഷ്ടമുണ്ടാകുന്നതിനാണ് എത്തിപ്പെടുന്നത് എന്നുള്ളത് കാണാതെ പോരുത്. അതാണ് എൻ്റെ എപ്പോഴും ഉള്ളൊരു ആർഗ്യുമെൻ്റ്. അതാണ്. വേറൊരു കാര്യം ചോദിക്കാം. അപ്പോൾ നമ്മൾ ഒരു സാമൂഹ്യ ജീവി എന്നുള്ള നിലയ്ക്ക് മനുഷ്യന് മറ്റു മനുഷ്യരോട് പുലർത്തേണ്ട ബാധ്യതകളെ അല്ലെ കടമകളെ അടുപ്പത്തെ ഒക്കെ നമ്മൾ മൂല്യങ്ങൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ മൂല്യങ്ങൾ ഉണ്ടായിത്തീരുന്നത് 5 വയസ്സ് 7 വയസ്സിന് മുമ്പാണെന്ന് പല സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട്. ഈ 7 വയസ്സിന് മുമ്പുള്ള നമ്മുടെ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലോ സിലബസിലോ അതിൻ്റെ മട്ടിലും മാതിരിയിലും ഒക്കെ കാതലായ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയാൽ ഇതിനെ എങ്ങനെയെങ്കിലും ഇതിലുള്ള ഈ നെഗറ്റീവ് സംഗതികളെ എന്ന് വെച്ചാൽ കുട്ടികൾ അപകടത്തിലേക്ക് പോകുന്ന തരത്തിലുള്ളതിനെ എങ്ങനെയെങ്കിലും നിയന്ത്രിക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നുണ്ടോ? എനിക്ക് തോന്നുന്നത് അത് ഒരു നല്ല ഒരു അക്കാഡമിക് ക്വസ്റ്റ്യനാണത്. പിന്നെ അതിനും ഈ പറഞ്ഞത് 2 തരത്തിൽ നോക്കി കണ്ടു. ഒന്ന്, ഈ മൂല്യങ്ങൾ എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ് നേരിട്ട് അങ്ങനെ പഠിപ്പിക്കേണ്ട ഒരു സംഗതിയാണോ എന്നുള്ളൊരു ചോദ്യം തന്നെയുണ്ട്. പിന്നെ എന്താണ് ഈ മൂല്യങ്ങൾ, ആരാണ് ഇത് നിശ്ചയിച്ചതെന്നുള്ള ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ സുനിൽ മാഷൊക്കെ എപ്പോഴും മൂല്യങ്ങൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്ന അതത് കാലത്തിന്റെ മൂല്യങ്ങൾ സിവിക്സ് അല്ല, ഇപ്പൊ പൗരധർമ്മങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടോ? അല്ല, ഞാൻ പറഞ്ഞത് സുനിൽ മാഷൊക്കെ ഇടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ പറയുന്നത് അനുസരിച്ചിട്ടുണ്ടാവും, തിരുത്തി കഴിഞ്ഞപ്പോഴാണ് അത് അന്ധവിശ്വാസമായിരുന്നു അംഗീകരിക്കപ്പെട്ടതെന്ന്. അതുവരെ അത് വിശ്വാസമായിരുന്നു, അല്ലെങ്കിൽ ശരിയായിരുന്നു. നമ്മളതിനെ തിരുത്തിയപ്പോഴാണ് അന്ധവിശ്വാസത്തെ ഒഴിവാക്കി. പിന്നെ ഈ ദളിത് ആയിട്ടുള്ള മനുഷ്യർ പൊതുവഴിയിൽ നടക്കാൻ പാടില്ല, അല്ലെങ്കിൽ കീഴ്ജാതികളെന്ന് വിളിക്കപ്പെട്ടവർ അവരല്ല നമ്മൾ വിളിച്ചതാണ്. വിളിക്കപ്പെട്ട മനുഷ്യർ പൊതുവഴി നടക്കരുത് എന്നുള്ളത് പൊതുവഴിയിൽ നടക്കാൻ സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞപ്പോഴാണ് നമുക്ക് തെറ്റേന്ന് തിരിഞ്ഞത്. അതുപോലെ എല്ലാ കാലത്തും പുതിയ മൂല്യബോധങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ആ ഉൽപ്പാദിപ്പിക്കുന്ന അതാത് കാലത്തെ തലമുറ തന്നെയാണ്. അതുകൊണ്ട് നമ്മുടെ മൂല്യം അതേപോലെ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല, അതൊന്നും ശരിയല്ല. മാത്രമല്ല, പക്ഷെ നിങ്ങൾ പറഞ്ഞതുപോലെ കാലാതീതമായ ചില മൂല്യബോധങ്ങളോ ചില പൗരധർമ്മങ്ങളോ ഒക്കെ ഉണ്ട്. അതായത് മനുഷ്യർ എന്നുള്ള രീതിയിൽ നമ്മൾ പരസ്പരം പാലിക്കേണ്ട ചില മര്യാദകളാണ്. അതിനെ പോലും ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വർഷത്തെ സിലബസിന് അല്ലെങ്കിൽ പാഠപുസ്തക പഠനം തുടങ്ങുന്നതിന് മുമ്പ് 2 ആഴ്ച
ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു ബ്രിഡ്ജിങ് നടത്താൻ ഇപ്പോൾ സ്കൂളിൽ തീരുമാനിച്ചിട്ടുണ്ട്. 2ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സും. ഇത് വന്നുപെട്ടത് അങ്ങനെ ചെയ്യേണ്ടി വരുന്നത് ഈ പറഞ്ഞതുപോലെ ഇതിലൊരു പ്രതിസന്ധി രൂക്ഷമാവുന്നു എന്നുള്ളതിൽ നിന്ന് അങ്ങനെ ഒരു പൊതുബോധം നിങ്ങൾ ചോദിച്ചതുപോലെ ശക്തിപ്പെടുന്നു. വല്ലാതെ നമ്മൾ വിദ്യാഭ്യാസപരമായി വളരെയേറെ മുന്നോക്കം പോകുമ്പോഴും ഉണ്ടാവേണ്ട ചില പൊതു സാധനങ്ങൾ അതിൽ നിന്ന് ചോർന്നു പോകുന്നു എന്ന തോന്നലിൽ നിന്നാണ്. ഒന്ന് പിന്നെ നിയമങ്ങൾ, അടിസ്ഥാന നിയമങ്ങൾ പോലും ഇപ്പോൾ ട്രാഫിക് ഡ്രൈവ് ചെയ്യുമ്പോൾ പാലിക്കേണ്ട നിയമങ്ങൾ അങ്ങനെയൊക്കെ നമുക്ക് പരസ്പരം അപകടപ്പെടുത്താത്ത രീതിയിൽ പെരുമാറണം എന്ന ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മുടെ എല്ലാ നിയമങ്ങളും. അത് അതിനൊരു പൊതുരീതി ഉണ്ട്, കാലാനുസൃതമായിട്ട് പുതുക്കണമെന്നേ ഉള്ളൂ. അത്തരം സംഗതികൾ നമ്മൾ ആ കാലത്ത് തന്നെ ഉറപ്പിച്ചാൽ ഇതിനൊരു പരിഹാരം. ചില കോൺട്രഡിക്ഷൻസ് ഇക്കാര്യത്തിലുണ്ട് വിവരങ്ങൾ പറഞ്ഞതുപോലെ. പക്ഷേ ഇതൊക്കെ സ്കൂളിൽ നിന്ന് തന്നെയാണോ പഠിപ്പിക്കേണ്ടത്? ഇപ്പോൾ സ്കൂളിൽ നിന്ന് കുട്ടിയോട് എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് എന്നുള്ള മൂല്യബോധം നമ്മൾ പഠിപ്പിക്കുന്നു. അച്ഛനും അമ്മയും മക്കളൊരു പിന്നെ യാത്ര ചെയ്ത് പോകുമ്പോൾ 2ാം ക്ലാസ്സിലെ കുട്ടിയെ കൊണ്ട് സിനിമയ്ക്ക് പോകുമ്പോൾ നേരെ വയ്യ അവിടെ നിന്ന് കൊണ്ടൊരു വണ്ടി വരുമ്പോൾ വൺ വേയിലൂടെ കയറി അച്ഛൻ പോകുന്നു. ഇനിയിപ്പോൾ തിയേറ്ററിലെത്താൻ സമയം ഇപ്പോൾ നിയമം നോക്കിയാൽ നടക്കില്ലെന്ന് പറയുന്നു. കുട്ടി ഏത് നിയമമാണ് നാളെ അനുസരിക്കുക? നിങ്ങൾ സ്കൂൾ പഠിപ്പിക്കുന്നതാണോ? അതെനിക്ക് തോന്നുന്നത് 7 വയസ്സിന് മുമ്പേ നമുക്ക് അതിന് തറയിട്ട് കൊടുക്കാൻ പറ്റില്ല. ആർക്ക് എവിടെ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്? അവിടെ 2ാം ക്ലാസ് 1ാം ക്ലാസ് സ്കൂളിൽ എത്തിയിട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെ കാര്യത്തിൽ ഇപ്പൊ വ്യാപകമായ നമ്മൾ ബോധവൽക്കരണവും നിയമവും സംഗതികളൊക്കെ വന്നല്ലോ. അപ്പം നമ്മളൊന്നും ഉപയോഗിച്ച് തുടങ്ങിയ കാലത്തൊരു ഒന്നുമില്ല. ഇപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ കഷ്ണം അവിടെ ഇട്ടാൽ എൻ്റെ മോന അതെന്നെ കൊണ്ട് എടുപ്പിക്കുന്നുണ്ട്. അപ്പം ആ രീതിയിലേക്ക് അവരിൽ ഇത്തരം ഒരു ബോധം, നമ്മൾ പരിസ്ഥിതിനെ സംരക്ഷിക്കണം, പരസ്പരം മനുഷ്യരെ സംരക്ഷിക്കണം, പരസ്പരം നിലനിർത്തണം എന്നൊക്കെ ബോധം വരുത്തത്തക്ക വിധത്തിൽ ക്രിയാത്മകമായ ഘടകങ്ങൾ നമ്മുടെ ഞാൻ സ്കൂളിൽ ഇതിനെയൊന്നും അഡ്രസ്സ് ചെയ്യേണ്ടതില്ലെന്നോ അതൊന്നും പഠിപ്പിക്കേണ്ടതില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ പഠിപ്പിക്കുമ്പോഴും ചില കോൺട്രഡിക്ഷൻ നിൽക്കുന്നതിൻ്റെ കാരണവും കൂടിയാണ് ഞാൻ നേരത്തെ സൂചിപ്പിക്കാൻ ശ്രമിച്ചത്. നമ്മൾ വളരെ പണ്ടേ പറയാറുണ്ടല്ലോ, വീട്ടിലൊരാൾ കാണാൻ വരുമ്പോൾ അച്ഛൻ ഞാനിവിടെ ഇല്ല എന്ന് പറഞ്ഞേക്ക് മകനോട് തന്നെ പറയും. ആ കുട്ടി പുറത്തു പോയി പറയും. എന്നിട്ട് ഇങ്ങോട്ട് വന്ന ശേഷം കളവ് പറയാൻ പാടില്ലെന്ന് ആ കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുത്താൽ ഏതാണ് പ്രായോഗികമായി നിൽക്കുക? ഇത് അതിൽ നിന്ന് നമ്മൾ അതാ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ കുറേയൊക്കെ ജീവിതത്തിലും കൂടി നമ്മൾ സാംശീകരിക്കേണ്ടതും കൈമാറേണ്ടതുമായ മൂല്യങ്ങൾ കൂടിയാണ്. അതോടൊപ്പം അത് വിദ്യാഭ്യാസത്തിലും കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്യാണ് വേണ്ടത്. അതാണ് എൻ്റെ സംഭവം. സത്യത്തിൽ നമ്മുടെ പിന്നെ സിലബസിലൊക്കെ അത് ഇപ്പോഴും ഓൾറെഡി എനിക്ക് തോന്നുന്നു നന്നായി തന്നെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഈ ഒരു ആർത്തി പിടിച്ച ഒരു ബോധം, അതായത് പരീക്ഷാ കേന്ദ്രിതമായ വിദ്യാഭ്യാസം, ജോലി കിട്ടുക എന്നുള്ള തോന്നലിനൊക്കെ നമ്മൾ എന്ത് ചെയ്തു, ഇത്തരം മൂല്യങ്ങൾക്കൊക്കെ വല്ല അങ്ങ് പിൻവാങ്ങി കൊടുക്കുകയും നമ്മൾ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടുന്നത്. ഇപ്പോൾ ഒരു മലയാളത്തിലെ കവിത പഠിപ്പിക്കുമ്പോൾ ഇപ്പോൾ സഹ്യൻ്റെ മകൻ പഠിപ്പിക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് പിന്നെ സഹ്യൻ മറ്റേ പുത്രൻ അവസാനം കരഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം എഴുതിയാൽ കിട്ടിയെന്ന് പറഞ്ഞ് എങ്ങനെ ഉണ്ടാവും? എന്തൊക്കെയാണോ ആ ഒരു കവിതയുടെ പഠനത്തിലൂടെ ആ കുട്ടിയുടെ മനസ്സിലേക്ക് എത്തേണ്ടിയിരുന്ന മൂല്യങ്ങൾ അത് എത്താതിരിക്കുകയും ഒരു പരീക്ഷയ്ക്ക് നീ അതൊന്നും ആലോചിക്കേണ്ട, ചോദ്യത്തിന് ഉത്തരം പഠിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്യുന്നിടത്തേക്ക് എത്തി. അങ്ങനെ പഠിപ്പിക്കുന്ന സ്കൂളാണ് നല്ല സ്കൂൾ എന്ന് രക്ഷിതാക്കൾ തിരഞ്ഞെടുക്കുകയും. അപ്പൊ സ്കൂളുകൾക്കും രക്ഷിതാക്കൾക്കും ഒക്കെ മാർക്ക് മതി. അല്ലാത്തൊരു സ്കൂൾ ഉണ്ടെങ്കിൽ അവിടേക്ക് പോവുകയില്ല. മാത്രമല്ല ഈ വർദ്ധിച്ചു വരുന്ന ഇംഗ്ലീഷ് മീഡിയത്തിന്റെ ഒക്കെ പിന്നിലുള്ളത് തന്നെയാണ്. വർദ്ധിച്ചു വരുന്ന ഇപ്പം കേരളത്തിൽ ഇപ്പം പൊതുവിദ്യാഭ്യാസം നിലനിൽക്കുന്നത് തന്നെ 80% ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുണ്ടാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ആർക്കും മാതൃഭാഷ വേണ്ട, മാതൃഭാഷയിലൂടെയുള്ള വിദ്യാഭ്യാസം വേണ്ട എന്നുള്ളൊരു ചിന്ത വന്നതാ. അതിനല്ല, ഭാഷ എന്ന് പറയുന്ന നേരത്തെ പറയണം, നമ്മളൊരു മനുഷ്യനായി തീരണം എന്നതിൽ നിന്നാണ് വിദ്യാഭ്യാസമെങ്കിൽ അതിനോടൊപ്പം മാതൃഭാഷയും കൂടി ഉള്ളിലേക്ക് വരണമല്ലേ. അല്ലേ മാതൃഭാഷ ചിന്തിക്കണ്ടേ, മാതൃഭാഷ സ്നേഹിക്കണ്ടേ, മാതൃഭാഷ നമുക്ക് സ്വപ്നം കാണണ്ടേ? അതൊന്നും ഇല്ലാത്തൊരു തലമുറയെ, സ്വപ്നം കാണാനാവാത്ത, ചിന്തിക്കേണ്ടാത്ത, കവിത ഇല്ലാത്ത, സൗന്ദര്യമില്ലാത്ത കുറേ മനുഷ്യരെ ഉണ്ടാക്കൽ, ബുദ്ധിയോട് മാത്രം സംവദിക്കുന്ന ഒരു ഇൻ്റലക്ച്വൽ എക്സസൈസ് മാത്രമായി വിദ്യാഭ്യാസത്തെ മാറ്റി തീർക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കിയെടുത്തിട്ട് അത് കുട്ടികൾ നിങ്ങൾ പറഞ്ഞതുപോലെ മൂല്യബോധമില്ല എന്ന് പറയുന്നത് തന്നെ, അല്ലെങ്കിൽ അച്ചടക്കം അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത്. നിങ്ങൾ ഷർട്ട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെയാണ് ഇൻസൈഡ് ചെയ്യേണ്ടത്, നിങ്ങൾ ഷൂ ഇങ്ങനെയാണ് കെട്ടേണ്ടത്, ഈ വഴിക്ക് ഇങ്ങനെയാണ് നടക്കേണ്ടത്, ലെഫ്റ്റിൽ ഇങ്ങോട്ടാണ് തിരിയേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരെ പഠിപ്പിച്ചിട്ട് ഈ മനുഷ്യരിൽ നിന്ന് എന്താണ് നിങ്ങൾ, അല്ലെങ്കിൽ ഈ തലമുറയിൽ നിന്ന് എന്താ പിന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? അതായിരുന്നു ഒരു അച്ചടക്കം എന്ന് പറയുന്നത്, നല്ല അച്ചടക്കമുള്ള സ്കൂൾ. ഈ അച്ചടക്കം എന്ന വാക്കത് അച്ച് എന്ന് പറഞ്ഞാൽ അതിൽ അടക്കലാണ്. അച്ചടക്കം ആരുണ്ടാക്കി അച്ച ഇത്?
നിങ്ങൾ കുട്ടികളോട് ചോദിച്ചിട്ടാണോ ഈ അച്ചുണ്ടാക്കി? അവരുടെ താല്പര്യത്തെ മാനിച്ചിട്ടുണ്ട്. ഇതേത് കാലം ഉണ്ടാക്കി? 2000 കൊല്ലം മുമ്പേ 1500 കൊല്ലം മുമ്പേ ഉണ്ടാക്കി അച്ചില ഇപ്പോഴും നമ്മൾ ബാത്തു കൊടുക്കുന്നു. അതിൽ അടക്കുകയാണ്. ലോകത്ത് നിങ്ങൾക്ക് ഒരേപോലെ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ കഴിയും. കാരണം എല്ലാ ഉണ്ണിയപ്പത്തിൻ്റെ അച്ചും ഒരുപോലെ. എങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിയാലും എല്ലാ ഉണ്ണിയപ്പം ഒരേ സൈസായിരിക്കും. കുട്ടികളെ ഒരേപോലെ ആക്കാൻ കഴിയും ലോകത്തല്ലേ? അങ്ങനെ ആഗ്രഹിക്കുന്നതിന് എന്ത് വലിയൊരു വിഡ്ഢിത്ത. കേരളത്തിലെ സ്കൂളുകൾക്കൊക്കെ ഒരേ നിയമമുണ്ട്. ആ നിയമത്തിനുള്ളിൽ കൂടെ മാത്രം വാർത്തെടുക്കുന്ന ഒരു പറ്റം മിലിറ്റൻ്റ് ആയിട്ടുള്ള കുട്ടികൾ എന്നുള്ള സങ്കല്പം എത്രമാത്രം ബാലിശമാണ്. നിങ്ങൾ അവിടെ കുറേ കൂടി സർഗാത്മകമാക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്കൂളിനെ കുറച്ചുകൂടി തുറസ്സുള്ളതാക്കുന്ന, കുറച്ചുകൂടി സർഗാത്മകമാക്കുന്ന. യൂണിഫോം വേണ്ടേ? യൂണിഫോമിൻ്റെ പിന്നിൽ 2 കാര്യമുണ്ട്. ഒന്ന്, ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ആലോചിച്ചാൽ അത് വേണ്ടെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ എന്നോട് അത് ചോദിച്ചത്. പക്ഷേ യൂണിഫോമിൻ്റെ വേറെ ചില സാമൂഹ്യ മൂല്യങ്ങളുണ്ടല്ലോ. അതായത് നമ്മൾ ഈ ദാരിദ്ര്യത്തെയും മറ്റുമൊക്കെ അങ്ങനെ പുറത്ത് വരാത്ത രീതിയിലൊക്കെ ചില ഏകീകരണം ഒക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ചെയ്ത വലിയൊരു സംഭവമുണ്ട്. നമ്മുടെ ഒന്നും കുട്ടിക്കാലത്ത് എത്രയോ കുട്ടികൾ സ്കൂളിൽ വരികയും 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിൽ എത്തുമ്പോൾ മതിയായ വസ്ത്രമില്ലാത്തതിൻ്റെ പേരിൽ പരിഹസിക്കപ്പെട്ടിട്ടൊക്കെ സ്കൂളിൽ നിന്ന് പുറത്താക്കപ്പെടുകയോ പുറത്തു പോവുകയോ സ്കൂൾ ഉപേക്ഷിച്ച് പോവുകയോ. നമ്മുടെ കുട്ടിക്കാലത്ത് റേഷൻ പടിയല്ലായിരുന്നു യൂണിഫോം. അതെ, അതൊക്കെ നമ്മൾ മറികടന്നത് സൗജന്യ യൂണിഫോം പോലെ. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ശരിക്കും വിശാലമായൊരു അർത്ഥമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ കേരളത്തിൻ്റെ ഏറ്റവും വലിയ അത് നിങ്ങൾ കാണണം. കേരളത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്താണെന്ന് ചോദിച്ചാൽ 100% സ്കൂളിംഗ് അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കിയ ഒരു സംസ്ഥാനമാണെന്നുള്ള. ലോകത്തെ ഏത് വിദേശ രാജ്യങ്ങൾക്ക് പോലും ഇതുവരെ സാധിക്കാത്ത, അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും സമ്പന്ന രാജ്യം അമേരിക്കയ്ക്ക്. കാരണം അവിടെ പോലും കുറേ ആൾ പുറത്തായി ഇപ്പോഴും. പക്ഷെ നമ്മളവിടെ ഔട്ട് ഓഫ് സ്കൂളിൻ്റെ കണക്കെടുക്കുമ്പോൾ അപൂർവത്തിലെത്തിയ പൂർവ്വം ഏതെങ്കിലും കുട്ടികൾ കയ്യിൽ നിന്ന് പോയിട്ടുണ്ടാവാം എന്നല്ലാതെ നമ്മുടെ 100% സ്കൂളിങ്ങാണ്. ആ എത്തിയ കുട്ടികളിൽ വലിയൊരു വിഭാഗം കുട്ടികൾ സ്കൂളിൽ നിന്ന് കൊഴിഞ്ഞു പോകുമായിരുന്നു, അല്ലെങ്കിൽ ഡ്രോപ്പ് ഔട്ട്സ് ഉണ്ടായിരുന്നു. നമ്മുടെ ഒക്കെ കാലം നമ്മൾ ഓർത്താൽ മതി. 4ാം ക്ലാസ് എത്തുമ്പോഴേക്ക് പകുതി കുട്ടികൾ പോകും. ഈ ഡ്രോപ്പ് ഔട്ട്സ് പൂർണ്ണമായും തടഞ്ഞ് 10ാം ക്ലാസ് വരെയും 12ാം ക്ലാസ് വരെയും കുട്ടികളെ മുഴുവൻ സ്കൂളിൽ ഇരുത്താനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കി. ഇപ്പം 3ാമത് നമ്മൾ ഈ കുട്ടികൾക്ക് മുഴുവൻ ഏതാണ്ട് സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായ തുല്യത അല്ലെങ്കിൽ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. ആ ശ്രമത്തിനൊക്കെ വിഘാതം നിൽക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോഴുള്ള കുറേ ആളുകളുടെയെങ്കിലും ഈ പറയുന്ന വല്ലാത്ത കുട്ടികളെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു യന്ത്രസമാനമായി അവരെ ഏതോ ഒരു മുശയിലൂടെ കൊണ്ടുപോയി ഇങ്ങനെ അച്ചടക്കമുള്ളവരാക്കി ഇങ്ങനെ കൊണ്ടുവരണം എന്നൊക്കെയുള്ള ചിന്ത. എനിക്ക് തോന്നുന്നു കുറേ കൂടി ഫ്ലെക്സിബിളായി സ്കൂൾ, കുറേ കൂടി ലൈബ്രറികൾ ഉപയോഗിക്കപ്പെടുന്ന, കുറേ കൂടി വായനയ്ക്ക് കുറച്ച് സാധ്യത, കുറച്ച് സിനിമ കാണിക്കാൻ കഴിയുന്ന, സിനിമ കാണാൻ കഴിയുന്ന, അങ്ങനെയൊക്കെയുള്ള ഒരു തുറസിലേക്ക് അധ്യാപക സമൂഹവും മെല്ലെ മെല്ലെയെങ്കിലും മാറുന്നുണ്ട്. കുറേ മെച്ചപ്പെട്ടിട്ടുണ്ട്, ഇനിയും കുറേ കൂടി മെച്ചപ്പെടേണ്ടതുണ്ട്. അങ്ങനെയാകുമ്പോൾ ഇവരുടെ ഈ ഗ്യാപ്പ് വലിയ രീതിയിൽ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു വിള്ളൽ, ഗ്യാപ്പ് എന്നല്ല ശരിക്കും ഒരു വിള്ളൽ. ആ വിള്ളൽ ഇനിയും വളർന്നാൽ വലിയ അപകടം ഉണ്ടാവും. ഞാനിപ്പോഴും ഇതൊരു ചെറിയൊരു രോഗ ലക്ഷണമായിട്ടേ കാണുന്നുള്ളൂ. മഹാരോഗം, ഒരു സാമൂഹ്യ ആരോഗ്യം ഒന്നും കേരളത്തിന് തകർന്നു എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. സാമൂഹ്യ ആരോഗ്യത്തിന് പക്ഷെ പരിക്കേറ്റിട്ടുണ്ട്. ആ പരിക്കിനെ ഗുരുതരമാക്കാതിരിക്കാൻ ഉള്ള സെൻസിബിലിറ്റി, സെൻസ് മുതിർന്നവരിൽ കുട്ടികളെക്കാൾ കൂടുതൽ ഉണ്ടാവേണ്ടതുണ്ട്. അവരതിനനുസരിച്ച് നമുക്ക് കുറേ കൂടി ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായിട്ടൊക്കെ കാര്യത്തെ സമീപിക്കേണ്ടതുണ്ട് എന്നുള്ള. അങ്ങനെ വന്നാൽ നിങ്ങളുടെ ആദ്യ ചോദ്യത്തിലേക്ക് വരാം. ഈ അക്കാദമിക വർഷം ഏറ്റവും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെതുമാവും. അതല്ലെങ്കിൽ നമ്മുടെ ഈ വിള്ളൽ ഇനിയും വർദ്ധിക്കുന്ന അവസ്ഥ വരും. ഈ ടെക്നോ പെഡഗോഗിയുടെ ലോകത്തേക്ക് വരാൻ കഴിയാത്ത അധ്യാപകർ, നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ കുട്ടിയൊക്കെ പഠിക്കാൻ താല്പര്യമില്ല. അധ്യാപകർ പറയുന്നത് കുട്ടിയെ പഠിക്കാൻ താല്പര്യമില്ല. കുട്ടികൾ പറയുന്നത് അറിയോ, ഞങ്ങളെ പഠിപ്പിക്കാൻ അധ്യാപകർക്ക് അറിയില്ല. അത് പറയുന്നുണ്ട്. അവര് കാണുന്ന യൂട്യൂബില് വളരെ മനോഹരമായിട്ട് ഇതേ സംഗതികൾ ഉണ്ട്. അപ്പോൾ എന്ത് വേണം? സ്കൂൾ എന്ന് പറയുന്നത് കുറേ ഇൻഫർമേഷൻ കൊടുക്കുന്ന സെൻ്ററാന്നുള്ള പഴയ കാഴ്ചപ്പാട് മാറണം. സ്കൂൾ എത്തുന്നത് 2ാമത്താണ് ഇൻഫർമേഷൻ. കാരണം ഇൻഫർമേഷൻ കിട്ടാൻ കുട്ടികൾക്ക് ഇഷ്ടം പോലെ സ്ഥലം വേറെ ഉണ്ട്. അത് നിങ്ങൾ പറഞ്ഞ യൂട്യൂബ് കണ്ടമാന മേഖലയുണ്ട്. പക്ഷെ കുട്ടികൾക്ക് വൈകാരിക പിന്തുണ കിട്ടുന്ന, കുട്ടികളുടെ സ്നേഹം കിട്ടുന്ന, അവരെ ചേർത്ത് പിടിക്കുന്ന, അവരുടെ വീട്ടിലോ അവരുടെ വ്യക്തി ജീവിതത്തിലോ അല്ലാതെ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങളെയും പോരായ്മകളെയും, കാരണം എത്രയോ കുട്ടികൾ ഓർഫണായിട്ടുള്ള കുട്ടികളുണ്ട്, വേണ്ടത്ര ശ്രദ്ധിക്കാനാല്ലാത്ത കുട്ടികളുണ്ട്, വീട്ടിൽ ബ്രോക്കൺ ഫാമിലി സിസ്റ്റം ഉള്ളതുണ്ട്, അൺഫങ്ഷണൽ ഫാമിലി എന്ന് പറയുന്ന പുതിയൊരു സിസ്റ്റം വന്നിട്ടുണ്ട്. പണ്ട് നമ്മൾ ബ്രോക്കൺ ഫാമിലിയാണ്, ഇപ്പം അൺഫങ്ഷണൽ അല്ല, അല്ല ഡിസ്ഫങ്ഷണൽ ഫാമിലി. ഡിസ്ഫങ്ഷണൽ ഫാമിലി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും മക്കളോ ഏട്ടനൊക്കെ ഉണ്ട്, പക്ഷേ ഇതൊന്നും പരസ്പര ബന്ധം ആ രീതിയിലില്ല. ഈ പലതരത്തിലുള്ള പ്രശ്നങ്ങളുമായി വരുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ള, സാമ്പത്തിക പ്രശ്നങ്ങളുള്ള, പ്രാദേശിക പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട്. അവരെ നിങ്ങൾ എത്രമാത്രം വൈകാരികമായി സപ്പോർട്ട് ചെയ്യുന്നു,
അവരുടെ അവിടെ പുറത്തുള്ള വീട്ടിലുള്ള പോരായ്മകളെ നിങ്ങൾക്ക് എത്രമാത്രം പരിഹരിച്ചു കൊടുത്ത് കൂടെ നിർത്താൻ കഴിയുന്നു സ്കൂൾ എന്ന സ്ഥാപനത്തിന്, അവിടെയാണ് കുട്ടിക്ക് ഒന്നാം സ്ഥാനം സ്കൂൾ ഉണ്ടാകുക. രണ്ടാമതാണ് നിങ്ങളുടെ ഇൻഫർമേഷൻ. ആ ഒന്നാം സ്ഥാനത്ത് നമ്മൾ വിജയിച്ചാൽ പിന്നെ കുട്ടികളെ നിങ്ങൾ പഠിക്കണം. അവർ സ്കൂളിനെ സ്നേഹിച്ചോളും, അവർ അധ്യാപകരെ സ്നേഹിച്ചോളും, അവർ എൻ്റെ സിസ്റ്റത്തെ സ്നേഹിക്കും. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഒരുപോലെ ഉള്ളൊരു റിസോഴ്സ് എന്ന് പറയുന്നത് ടൈമാണ്. നമ്മൾ അതിനനുസരിച്ചാണ് ടൈം ടേബിൾ ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യുന്ന പണിയാണെങ്കിലും ഇൻറ്റിമസി ഉണ്ടാക്കുന്ന പണിയാണെങ്കിലും ഒക്കെ ഈ ടൈം ബൗണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ചെയ്യാൻ. അപ്പോൾ അതിന് പാകമായ ഒരു സിലബസും സംഗതിയാണോ, അതോ ഒരു നമുക്ക് വേറൊന്നും ചെയ്യാൻ പാകമല്ലാത്ത വിധത്തിൽ ഉള്ള ഒരു സിലബസ് വല്ലാണ്ട് അധികമാണോ? അത് ഭാരമാകുമ്പോൾ ടൈം അത് കൊണ്ടുപോകും. നമ്മുടെ കയ്യിലുള്ള സമയമാണല്ലോ. നമുക്ക് ഒരു കുട്ടിയോട് മിണ്ടണമെങ്കിലും വേണം സമയം. ഈ സമയം, കുട്ടികളുടെ എണ്ണം, ഈ പഠിപ്പിക്കാനുള്ള പോർഷന്റെ ഭാരം, ഇതൊക്കെ കൂടി ഇതിന് പാകമാണോ? ടീച്ചർ നേരിടുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. സമയ പ്രശ്നമുണ്ട്, സിലബസിൻ്റെ അമിതഭാരമുണ്ട്, പാരൻസിൻ്റെ ഭാഗത്തുള്ള സമ്മർദ്ദമുണ്ട്, സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിൻ്റെ ഭാഗത്തുള്ള സമ്മർദ്ദമുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ അതൊന്നും എക്സ്ക്യൂസ് അല്ല, അതൊക്കെ ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ, അതേപോലുള്ള ഇഷ്യൂ ഒക്കെ എല്ലാ പ്രൊഫഷനിലും ഉണ്ട്. ഒരു ബാങ്ക് മാനേജറുടെ സ്ഥിതി എന്താ? അയാൾ ഒരു ഇഷ്യൂ ഇല്ല, അയാൾ 10 മണിക്ക് 5 മണിക്ക് പൂട്ടിപ്പോകുന്ന ആളാണ്. ഒരു പോലീസ് ഓഫീസറുടെ ഇഷ്യൂ എന്താ? ഒരു ജില്ലാ കളക്ടർ നേരിടുന്ന ഇഷ്യൂ എന്താ? എല്ലാവർക്കും ഇഷ്യൂ ഉണ്ട് അവരുടേതായ പ്രൊഫഷനിൽ. അധ്യാപകർക്കും പ്രശ്നമുണ്ട്. അധ്യാപകർ 4 മണിക്ക് ഞങ്ങളുടെ 10 മണിക്ക് വന്നാൽ 4 മണിക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ 4 മണി വരെയുള്ള ഇമോഷണൽ സപ്പോർട്ടുള്ളൂ. 4 മണിക്ക് ശേഷം അതില്ലാന്ന് വിചാരിക്കരുത്. ഇന്നത്തെ കാലത്ത് അതിൻ്റെ അങ്ങോട്ടേക്ക് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. പ്രത്യേക ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പറയാണ്. വളരെ രസകരമായൊരു കാര്യം, ഈ പുതിയ ടെക്നോളജി, ഡിജിറ്റൽ ടെക്നോളജിയും അല്ലെങ്കിൽ സ്മാർട്ട് ഫോണും ഒക്കെ വളരെ സജീവമായതോടുകൂടി ടീച്ചറും കുട്ടിയും തമ്മിലുള്ള ഒരു ഇടപാട് എന്നതിൽ മാറിയിട്ട് നേരത്തെ 2 പോയിന്റുകൾ തമ്മിൽ ചേർത്ത് വരയ്ക്കാവുന്ന ഒരു രേഖയായിരുന്നു സ്കൂൾ എഡ്യൂക്കേഷൻ. അതെ. ഇപ്പം അത് ട്രയാങ്കുലറാണ്. മൂന്നാമതൊരു സ്പോട്ടും കൂടി വെച്ച് ഇങ്ങനെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. ആ 3-ാം സ്പോട്ട് എന്ന് പറയുന്നത് പാരൻസാണ്. പണ്ടത്തെ പോലെ എപ്പോഴെങ്കിലും PTA മീറ്റിംഗ് വരുന്ന പാരൻ്റ് അല്ല, സദാസമയം ലൈവായിട്ടുള്ള. കാരണം എന്താ പറഞ്ഞാൽ ഇന്ന് കുട്ടികളും കൂടെ അല്ലെങ്കിൽ പാരൻസും കൂടെ ഉള്ള വാട്സപ്പ് ഗ്രൂപ്പുകളില്ലാത്ത ഒറ്റ ക്ലാസ് മുറിയില്ല. എല്ലാവരിലും ആ തരത്തിലാണ്. അപ്പോൾ ഓരോ കുട്ടിയുടെയും കാര്യങ്ങൾ, സ്കൂളിൻ്റെ കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് നിരന്തരം. കുട്ടികളെക്കുറിച്ച് പാരൻസിനോട് നിരന്തരമായി ടീച്ചർ സംസാരിക്കുന്നുണ്ട്. ടീച്ചറോട് അവർ ആകാംക്ഷയോടുകൂടി കുട്ടിയെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് എങ്ങനെയാണ് 4 മണിക്ക് നിങ്ങളുടെ സർവീസ് അവസാനിക്കുക? ടൈം ഏറ്റവും നന്നായി ഉപയോഗിക്കാൻ പറ്റിയ അവസ്ഥയിലേക്ക് ടെക്നോളജി ഉപയോഗിച്ചാൽ മതി, അതിനുള്ള മനസ്സുണ്ടായാൽ മതി. തീർച്ചയായിട്ടും മതി. കാരണം അതാ ഞാൻ പറഞ്ഞത് നേരത്തെ, നമ്മൾ പറയുന്ന ചിലപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഉയർന്ന പ്രൊഫഷനിലൊക്കെ ഇരിക്കുന്ന ആളുകളൊക്കെ രാത്രിയിലൊക്കെ ഒരുപാട് സമയങ്ങളിൽ അവരുടെ ജോലി ചെയ്യുന്നുണ്ടാവും. ഞാൻ പറയുന്നത് ഇപ്പോൾ ഈ സംഭാഷണം കേൾക്കുന്ന ടീച്ചേഴ്സ് ഒന്നിച്ചാൽ ഇനിയിപ്പോൾ ഞങ്ങൾ വീട്ടിൽ പോയി കുട്ടികളെ പഠിപ്പിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെയല്ല, മറിച്ച് അവരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാസ്സിൽ 30 കുട്ടികളുണ്ടെങ്കിൽ അതിൽ ഈ പാരൻസിൻ്റെ ഭാഗത്ത് സപ്പോർട്ടില്ലാത്ത അല്ലെങ്കിൽ പാരൻസ് ഇല്ലാത്ത കുട്ടി എന്ന് പറയുന്നത് 1-2 ഉണ്ടാവും. അവർക്ക് മതിയല്ലോ ഈ പറയുന്ന ശേഷവും ഒരു കുട്ടിക്ക് ഒരു വിശ്വാസം ഉണ്ടാകുക, ടീച്ചർ എൻ്റെതാണ്. എനിക്ക് ഏത് സമയം ആ ടീച്ചറെ വിളിച്ചാൽ ഒരു സമാധാനം കിട്ടും. ഈ ഒറ്റ വിശ്വാസം മതി ആ കുട്ടി സ്കൂളിൻ്റെ കൂടെ ഒക്കെ. അതിനെ വിളിക്കാൻ വിളിച്ചാൽ അപ്പോൾ എന്താ പറയുക, നോർമലി ചീത്ത വെക്കുമോ എന്നുള്ള പേടിച്ചാണ് കുട്ടി വിളിക്കുന്നതെങ്കിൽ പിന്നെ എങ്ങനെ ആ ഇമോഷണൽ ബോണ്ടിങ് ആണ് ഇഷ്യൂ. നിങ്ങൾക്ക് ആ ബോണ്ട് ഉണ്ടാക്കുന്നത് നിങ്ങൾ പരാജയപ്പെടുന്നു. 10 കൊല്ലം കുട്ടി നിങ്ങൾ പിടിച്ചിരുത്തുന്നു. 10-ാം കൊല്ലം പോകുമ്പോൾ കുട്ടി സ്കൂളിൽ തല്ലും, ടീച്ചറെ കാരണമുള്ളതായിരിക്കും. നിങ്ങൾ ഈ ഇമോഷണൽ ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? 10-ാം കൊല്ലം പോകുമ്പോൾ അല്ലെ ടീച്ചർ ട്രാൻസ്ഫർ ആകുമ്പോൾ കുട്ടികൾ കെട്ടിപ്പിടിച്ച് കരയും. ആ വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അതും ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് എനിക്ക് തോന്നുന്നു. അധ്യാപകർ നിശ്ചിതമായിട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടണം. അവർ കുട്ടിയോട് എങ്ങനെ സംവദിക്കണം എന്ന് അവർ പഠിച്ചെടുക്കണം. തീർച്ചയായിട്ടും വേണം. ഇത് ഒരിക്കലും ഒരു അധ്യാപകർക്കെതിരെയുള്ള ഒരു പരാതി പറച്ചിലല്ല, മറിച്ച് അധ്യാപകർ നിർബന്ധമായും മാറിയ കാലത്തിനനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വിള്ളൽ ശക്തമാവും. അധ്യാപക ജോലിക്ക് പ്രശ്നമൊന്നും വരില്ല, അതൊക്കെ മുന്നോട്ട് പോകും. പക്ഷേ സമൂഹത്തിന് വലിയ ഗുരുതരമായ നമ്മുടെ കാലത്തിന്റെ നന്മതിന്മകളിലേക്കും കാര്യങ്ങളിലേക്കും അതെ, ഞാൻ നേരത്തെ പറഞ്ഞ ഗാർഡൻ ഇപ്പുറത്തില്ലെങ്കിൽ കുട്ടി വേറെ വഴിക്ക് പോകും. അപ്പോൾ ആ ഗാർഡൻ ഉണ്ടാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് കേവലമായ ഒരു ഗാർഡൻ അല്ല, മനുഷ്യ ഹൃദയങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടേണ്ട പൂന്തോട്ടമാണ്.
അതിൽ ഒരു സിസ്റ്റത്തിന് മൊത്തം പലതും ചെയ്യാനുണ്ട്, സ്കൂളിന് മൊത്തം പലതും ചെയ്യാൻ. ശരിയാണ്. മനുഷ്യന് കാതലായ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലോ. മനുഷ്യന്റെ ജീനിലും സംഗതികളിലൊന്നും ഇപ്പൊ ഈ കുറഞ്ഞ കാലം കൊണ്ട് കാതലായ മാറ്റമൊന്നും വന്നിട്ടില്ല. അപ്പൊ ഉള്ള നന്മകളൊക്കെ അവിടെ സാഹചര്യങ്ങളാണ് മാറിയത്. അപ്പൊ അത് എങ്ങനെ അഡാപ്റ്റേഷൻ എന്നാണ് അതിന്റെ വാക്ക്. അതെ, സാഹചര്യങ്ങളാണ് മാറിയത്, കാലത്തിനനുസരിച്ചുള്ള ടെക്നോളജിയാണ് മാറിയത്, അങ്ങനെയുള്ള ഭാഷയൊക്കെ മാറ്റം വന്നു. അതിനുള്ള അഡാപ്റ്റേഷൻ അത് എല്ലാവർക്കും ബാധ്യതയുണ്ട്. കുട്ടിക്കും ബാധ്യതയുണ്ട്, അച്ഛനും അമ്മയ്ക്കും ബാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാരൻസിനും ബാധ്യതയുണ്ട്, ടീച്ചർക്കുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ബാധ്യതയുള്ളത് സ്കൂളിനും അധ്യാപക സമൂഹത്തിനുമാണ് എന്ന് ഞാൻ വിചാരിക്കും. അപ്പം നല്ല പ്രതീക്ഷയോടുകൂടി തന്നെ പുതിയ അധ്യയന വർഷം നമുക്ക് തുടങ്ങാം. ഒരു സംശയമില്ല, നല്ല പ്രതീക്ഷയെ തന്നെയാണ് പോവേണ്ടത്. ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ വളരെ ഏത് കാലത്തും ഉണ്ടാകുന്നതാണ്. അതിനൊക്കെ മറികടന്ന് പോകാനുള്ള ഒരു സർഗാത്മക ശേഷിയുള്ള സമൂഹം തന്നെയാണ് കേരളം. നമ്മൾ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. ഓക്കെ, താങ്ക് യു.